ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇതൊക്കെ എന്റെ തെറ്റ് തന്നെയാ. ഞാൻ കാരണം വിഷമിക്കേണ്ടി വന്നത് രാജു അല്ലേ? എന്നെ രാജു കല്യാണം കഴിച്ചതുകൊണ്ട് ഈ വീട്ടിലുള്ള എല്ലാവരും വിഷമിക്കുന്നില്ലേ? മാഡം വിഷമിക്കാതിരിക്കെ. ഇതൊന്നും സാരമാക്കണ്ട. അമ്മയുടെ ഈ പിണക്കമൊന്നും ഒരു പിണക്കമായിട്ട് കരുതണ്ട. രാജു പിന്നെ എന്തിനാ എന്നെ മാഡം എന്ന് വിളിക്കുന്നത്? അതിപ്പോ വിളിച്ച് ശീലിച്ചു പോയില്ലേ, പെട്ടെന്ന് മാറ്റാൻ. രാജു എന്നെ സിൻസിയർലി താലി കിട്ടിയതാണോ അതോ എന്റെ അച്ഛൻ പറഞ്ഞതുകൊണ്ട് ചെയ്തതാണോ? എന്താ മാഡം ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? അല്ല, വീണ്ടും വീണ്ടും മാഡം എന്ന് വിളിക്കുന്നതുകൊണ്ട് എന്നെ ഋതിക എന്ന് വിളിച്ചൂടെ? വിളിക്കാം മാഡം, വരട്ടെ, ഞാൻ വിളിക്കാം. രാജു എന്താ ഇങ്ങനെ? രാജു ആദ്യം എന്താ ഈ കല്യാണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും പിന്നീട് വന്ന് എന്നെ കല്യാണം കഴിക്കുകയും ചെയ്തത്? രാധമ്മ രമ്യക്ക് കൊടുത്ത വാക്ക് പാലിക്കണമെന്ന് കരുതിയായിരിക്കണം ആദ്യം അകന്ന് നിന്നത്. എനിക്കിപ്പോഴൊരു ഡൗട്ടുണ്ട്. രാജു എന്നെ കല്യാണം കഴിച്ചത് എന്നോടുള്ള പ്രേമം കൊണ്ട് തന്നെയാണോ? എന്താ മാഡം എന്തെങ്കിലും ആലോചിച്ചിരിക്കുന്നത്? ഒന്നുമില്ല രാജു. അല്ല, എന്തോ ഉണ്ട്. ഇത് വേണ്ടായിരുന്നു എന്ന് രാജുവിന് തോന്നുന്നുണ്ടോ? വേണ്ടാന്ന് തോന്നിയിരുന്നെങ്കിൽ മാഡത്തിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടുമായിരുന്നോ? ഞാൻ താലി കെട്ടിയത് ആത്മാർത്ഥമായിട്ട് തന്നെയാ, മനസ്സിലായോ? അപ്പൊ രാജു എന്നെ കല്യാണം കഴിച്ചത് എന്നോടുള്ള പ്രണയം കൊണ്ട് തന്നെയാ, നോ ഡൗട്ട്. ഞങ്ങൾക്ക് അകത്തേക്ക് പ്രവേശിക്കാവോ? വാടാ മോനെ. അല്ല, ഇതൊക്കെ ഇത് മണിയറ അലങ്കരിക്ക. ഞാൻ പ്ലേറ്റ് തിരിച്ചൊന്നുമല്ല, ന്യായം അളിയന്റെ ഭാഗത്താണെന്ന് എനിക്കറിയാം. ഇതിന്റെയൊക്കെ ആവശ്യം ഉണ്ടോ അളിയാ? ആവശ്യമുണ്ടോളിയാ? ഞാനേ ഒന്ന് രണ്ട് സാധനം എടുത്തിട്ട് വരാം. അളിയ ദാണ്ട, ആദ്യ രാത്രി ഒന്നേ ഉള്ളു, പിന്നെ കിട്ടത്തില്ല. ഞാൻ ഓട്ടം തുള്ളലുകാരനെ കെട്ടിയത് കൊണ്ട് എന്റെ ആദ്യ രാത്രി വെളുക്കുന്നത് വരെ മൂപ്പരുടെ ഓട്ടം തുള്ളലിലായിരുന്നു. കഥ കല്യാണ സൗഗന്ധികം. ദാണ്ട, ഇവിടെ രാധമ്മയും പെമ്മക്കളും ഓട്ടം തുള്ളൽ തുടങ്ങിയിട്ടുണ്ട്. അതൊന്നും നിങ്ങളെ കാര്യമാക്കണ്ട. ഒന്നാമതേ സമാധാനമില്ല, അതിന്റെ ഇടയ്ക്ക് മണിയറ. ഇതൊന്നും വേണ്ട അളിയാ. ഇതൊക്കെ വേണോ അളിയ? അളിയുടെ നാത്തൊന്ന് പുറത്തേക്ക് ഇറങ്ങിയ ഞങ്ങളതൊന്ന് ശരിയാക്കട്ടെ. ചെല്ലു മോനെ, ചെല്ല അളിയ, ചെല്ല്. അകലേ നോവിനാലേ